അപ്പം ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സീനല്ലേ? റിഫ്ലക്ഷനൊക്കെ കണ്ട ഗൈസ്. അപ്പം എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മിന്നൂസ് പെയിൻറ്റിങ് ആൻഡ് പോളിഷിങ് ഗാരേജിലാണുള്ളത്. അപ്പം ഇന്ന് വേണ്ട ഈ കിടക്ക് നിന്നാവില്ല. ഇതൊരു ടൈപ്പ് 2 വണ്ടിയാണ്. അപ്പോൾ ഇതൊരു 2009 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇത് ടൈപ്പ് 2 വണ്ടിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പം ഇവനെ മൊത്തത്തിൽ നമ്മളൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോകണം. അതായത് ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ കിറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി നിറയെ കൺവേർഷൻ കിറ്റാണ് കാര്യങ്ങളുമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ട്. വണ്ടി നിറയെ നമ്മുടെ കൺവേർഷനായിട്ട് ആവശ്യമുള്ള കിറ്റും കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മഡ് ഫ്ലാപ്പും വീലാസും കാര്യങ്ങളുമാണ്. പിന്നെ ഇതാണ് നമ്മളൊക്കെ വന്ന ബമ്പറും കാര്യങ്ങളും. പിന്നെ ഹെഡ്ലൈറ്റ്, ടെയിലൈറ്റ് തുടങ്ങിയ സകല A to Z കാര്യങ്ങളും ഈ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇതിപ്പം പുറത്തെടുക്കുക പിന്നെ അതേപോലെ തന്നെ തിരിച്ചു വെക്കുക എന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക്കുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇവിടെയൊക്കെ അപ്പം ചെറിയ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. വണ്ടിയുടെ പുട്ടി വർക്കും അതേപോലെ തന്നെ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചിപ്പോൾ ഇട്ടേക്കാണ് കേട്ടോ. ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പുട്ടി വർക്കും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ കണ്ടീഷൻ ഒട്ടും ശരിയല്ല, മഴയുടെ ആ ഒരു ഇതുള്ളതുകൊണ്ട്. അപ്പം എന്തായാലും ബാക്കിയുള്ള വിഷ്വൽസ് നമുക്കിനി വരും ദിവസങ്ങളിൽ ക്യാച്ച് ചെയ്യാം. ഇതേണ്ട വരുന്നു ഗൈസ് നമ്മുടെ വണ്ടി. 1,00,000-1,50,000 കിലോമീറ്റർ ഓടി എഞ്ചിന്. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ വർക്ക് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫുള്ള് മാസ്കിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഡോറും കാര്യങ്ങളും എല്ലാം പാർട്സായിട്ട് അപ്പുറത്ത് അഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഡിക്കി, ബോണറ്റ് അതേപോലെ തന്നെ 4 ഡോറും കാര്യങ്ങളും എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഫുള്ള് പുട്ടിയൊക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. ഇനിയിപ്പം പ്രൈമർ അതേപോലെ തന്നെ ബേസ് കോട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ കോട്ട്. ഇത് സ്പോയിലറാണ് കേട്ടോ നമ്മുടെ ഡിക്കിയിൽ ടോപ്പ് സൈഡിൽ വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മിറേഴ്സിൻ്റെ കവേഴ്സാണ്. അതുപോലെ തന്നെ ഡോറിൻ്റെ ഹാൻഡിൽ. ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ പെയിൻറ്റും കാര്യങ്ങളും അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർസ് എല്ലാം പെയിൻ്റ് അടിച്ച് തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ കറൻറ്റ് അവസ്ഥ. മാറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ
സീറ്റ് കവർ അടിക്കണം. ജസ്റ്റ് ക്ലിയർ അടിച്ചിട്ടേക്കുന്നേ ഉള്ളൂ. ഇനി കട്ട് ആൻഡ് പോളിഷിങ്ങിൻ്റെ പരിപാടികളെല്ലാം കിടപ്പാണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി കാണും. നമ്മൾ പേൾ ബ്ലാക്ക് ആണ് അടിച്ചിരിക്കുന്നത്. ഒരു മിനുക്കം കണ്ട നൈസായിട്ടുണ്ട്. ഗൈസ്, അപ്പം അടുത്ത ദിവസമാണ് നമ്മുടെ വണ്ടിയുടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഈ പാനൽസെല്ലാം ഇപ്പോൾ അങ്ങോട്ട് സെറ്റ് ചെയ്തേ ഇനിയും വർക്ക് കിടക്കും. അതായത് വൈപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇപ്പോഴത്തെ വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ കാണിച്ചു തരാം. നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയർ എല്ലാം പോളിഷ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം വണ്ടിയുടെ ഫൈനൽ വർക്കായിരിക്കും നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത്. പിന്നെ സൈഡ് ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഗ്ലോസി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. എല്ലാം പേൾ ബ്ലാക്കാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടതല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റാക്കിയിട്ടൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പം ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഇന്നോവയാണ്. അതായത് ഫ്രണ്ടിൽ നമ്മുടെ ടൊയോട്ടയുടെ ലോഗോയും ഹെഡ്ലൈറ്റും ഫോഗ് ലൈറ്റും ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഫുള്ള് ബ്ലാക്ക് ഔട്ടാണ്, ഗ്രിൽ ഉൾപ്പെടെ. അതേപോലെ തന്നെ വീൽസ് കാര്യങ്ങളെല്ലാം ഫുള്ളി ബ്ലാക്ക് ഔട്ട്. ഇത് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ചെയ്ത വണ്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ടൊയോട്ടേൻ്റെ ലോഗോ മാത്രമേ ഉള്ളൂ ഡീക്രോം ചെയ്യാത്തത്. ബാക്കി ഫുള്ള് ബ്ലാക്ക് ഔട്ടാണ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലോട്ട് കിടക്കുക ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. നമ്മൾ വലിയ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാതെ ഗൈസ്, അപ്പം വണ്ടി എന്തായാലും നമ്മൾ ഉടനെ പുറത്തോട്ട് എടുത്തിട്ടൊരു നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഇറക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് പുറത്തിറക്കാത്തത്. അപ്പോൾ എന്തായാലും ഉടനെ വണ്ടി പുറത്തിറക്കി കാണിക്കാം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. അപ്പം ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? സീനല്ലേ? റിഫ്ലക്ഷനൊക്കെ കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഷെഫീഖ് ജിയുടെ നമ്പർ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പം വണ്ടിയെ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറൊക്കെ ഗിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ബോഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളുമാണ്. ഫുള്ള് വൈറ്റ് കളർ വണ്ടിയെ നമ്മൾ ഫുള്ളി ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.